തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചിട്ടും പയ്യാവൂർ കോൺഗ്രസിൽ കലാപം. കോൺഗ്രസ് ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് പരസ്പരം പോരടിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റിനെതിരായി ഒരു വിഭാഗം രംഗത്ത് വന്നു. വാട്സാപ്പ് ഗ്രൂപ്പിലെ സന്ദേശങ്ങൾ കണ്ണൂർ വിഷന് ലഭിച്ചു. 22 വർഷത്തിലൊരിക്കൽ വിജയിച്ചു വന്ന LDF കഴിഞ്ഞ പ്രാവശ്യം അധികാരമേൽക്കുമ്പോൾ പയ്യാവൂർ കണ്ട ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത്രയും രക്തഹാരങ്ങൾ അണിയിച്ചുകൊണ്ടും അലങ്കാര തോരണങ്ങൾ കെട്ടിക്കൊണ്ടും പയ്യാവൂരിനെ അലങ്കരിച്ചിരുന്നു അവർ. നമ്മൾ അവരുടെ കയ്യിൽ നിന്നും പഞ്ചായത്തിനെ തിരികെ പിടിച്ചിട്ട് ഒരു കൊടിയോ ഒരു തോരണോ കെട്ടി അലങ്കരിക്കാൻ പറ്റാത്ത നമ്മുടെ മണ്ഡലം കമ്മിറ്റിയെ ഓർത്തിട്ട് പുച്ഛം തോന്നുന്നു. പിള്ള പറയുന്നത് ഞാൻ മണ്ഡലം കമ്മിറ്റിയിൽ അംഗങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു അറിയിപ്പ് നേതൃത്വം അതിന് കണക്കായിട്ട് അണികളെ വിളിക്കാൻ തയ്യാറായ, അതിന് പ്രവർത്തിക്കാൻ തയ്യാറായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും അല്ലെങ്കിൽ പ്രായമുള്ളവരും എല്ലാവരും അതിൻ്റെ പിറകിൽ വരും. നിങ്ങൾ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാനൊന്നും നോക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഇവർ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നല്ല, ഇതുപോലെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തന്നെയാണ് അവർ കാവുമ്പായി ടൗൺ പോലെ ആക്കി വെച്ചത് അവർ പയ്യാവൂരിന്. അത് ഓർമ്മയുണ്ടായിരുന്നോ? നമ്മൾ ജയിച്ച് എല്ലാം കഴിഞ്ഞ് ആഹ്ലാദ പ്രകടനത്തിന് വന്നപ്പോൾ 10 പിള്ളേർക്ക് ബൈക്കിന് എണ്ണടിക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് ആക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ഫണ്ടില്ലെന്ന് എന്നോട് പറഞ്ഞത്. ഇതൊന്നും ഒരു നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് പറ്റിയ പരിപാടിയൊന്നല്ല. എന്തായാലും ഇതൊക്കെ എന്നാന്ന് ചോദിച്ചാൽ പണിയെടുക്കാതെ പ്രതിഫലം വാങ്ങാനിരിക്കുന്ന ഇതൊന്നും കാണുമ്പോൾ വിഷമം ഉണ്ടാകില്ല. ഇതൊക്കെ പണിയെടുക്കുന്നവന്, ഇതിന് പുറകെ നടക്കുന്നവനും ഇതിനെ സ്നേഹിക്കുന്നവനും ഒക്കെ ഒരു വിഷമം തന്നെ ഉണ്ടാവും കേട്ടോ. കഴിഞ്ഞ തവണ കൈവിട്ട പയ്യാവൂർ പഞ്ചായത്ത് ഭരണം ഇത്തവണ നല്ല ഭൂരിപക്ഷത്തോടെയാണ് UDF തിരിച്ചുപിടിച്ചത്. എന്നാൽ അതിന്റെ ശോഭ കെടുത്തും വിധത്തിലാണ് നേതാക്കൾ തമ്മിലുള്ള പോര്. INC ഒഫീഷ്യൽ എന്ന പയ്യാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നേതാക്കൾ പോർവിളിയാണ്. ഇതിലെ സന്ദേശങ്ങൾ ചോർന്ന് കണ്ണൂർ വിഷന് ലഭിച്ചു. 5 വർഷം ഇടതുപക്ഷത്തിന് കഴിയുന്ന ഭരണം തിരിച്ചു പിടിച്ചിട്ട് അതൊരു ആഘോഷമാക്കാൻ ഈ പയ്യാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പറ്റിയില്ലെങ്കിൽ ആ കസരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു ആത്മാഭിമാനമെങ്കിലും ഉണ്ടോ എന്നുള്ളത് സ്വയം പരിശോധിക്കണം. നിർത്തിപ്പോണം, അതാ വേണ്ടത്. പറ്റുമെങ്കിൽ അതൊന്നും ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് EK കുര്യന് എതിരെയാണ് വിമർശനങ്ങൾ ഏറെയും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏകോപനമുണ്ടായില്ലെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ചിലർ ബോധപൂർവം പ്രവർത്തിച്ചു എന്നുമുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. 4 വാർഡുകളിലാണ് LDF ഇത്തവണ വിജയിച്ചത്. ഇത് ചിലരുടെ ദാനം എന്നാണ് ആക്ഷേപം. 1-ാം വാർഡിലും 7-ാം വാർഡിലും മണ്ഡലം കമ്മിറ്റി വേണ്ട വിധത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ജയിക്കാൻ കഴിയുമായിരുന്നുവെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ജയിക്കാതിരിക്കാനുള്ള കരുതൽ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നും ആക്ഷേപം ഉയർന്നു. പഞ്ചായത്ത് ഭരണം തിരികെ പിടിച്ചിട്ടും അതിനു വേണ്ട തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും മണ്ഡലം കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല. സത്യപ്രതിജ്ഞാ ദിനം പയ്യാവൂർ ടൗണിൽ കൊടിത്തോരണം കെട്ടാൻ പോലും മണ്ഡലം കമ്മിറ്റി മുൻകൈ എടുത്തില്ല എന്നും വാട്സാപ്പ് ഗ്രൂപ്പിൽ വിമർശനം ഉയർന്നു. മണ്ഡലം പ്രസിഡന്റിനോട് കഴിയില്ലെങ്കിൽ നിർത്തിപ്പോകണം എന്നുവരെ ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ആഹ്ലാദ പ്രകടനത്തിന് ബൈക്കിൽ പെട്രോൾ അടിച്ചു നൽകാൻ പറഞ്ഞപ്പോൾ ഫണ്ടില്ല എന്നായിരുന്നുവത്രേ മണ്ഡലം കമ്മിറ്റിയുടെ മറുപടി. പണിയെടുക്കാത്തവർക്ക് ഇതൊന്നും പ്രശ്നമായിരിക്കില്ലെന്നും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർക്ക് ഇത് വലിയ പ്രയാസം തന്നെയെന്നും മണ്ഡലം കമ്മിറ്റിയെ കുറ്റപ്പെടുത്തി നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. 12-ാം വാർഡിൽ മത്സരിച്ച PP അഷ്റഫിനെ തോൽപ്പിക്കാൻ നടന്ന ശ്രമത്തിന്റെ ഓഡിയോയും ഇതിനിടയിൽ പുറത്തായിരുന്നു. കോൺഗ്രസിൽ നിന്ന് വോട്ട് ചോർന്നതാണ് ഇവിടെ പരാജയപ്പെടാൻ കാരണമെന്നാണ് പാർട്ടിയുടെയും വിലയിരുത്തൽ. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ മണ്ഡലം കമ്മിറ്റിക്കെതിരെ നേതാക്കൾ ആക്ഷേപം ഉയർത്തിയതോടെ വിഷയത്തിൽ DCC ഇടപെട്ടതായാണ് വിവരം. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കാനിടയുണ്ട്. പലരും പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരുങ്ങുകയാണ്. വലിയ പൊട്ടിത്തെറിയിലേക്കാണ് പയ്യാവൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് നീങ്ങുന്നതെന്നാണ് നേതാക്കൾ തന്നെ നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.